ബോയ് മിസ്സിംഗ് എന്ന സ്പാനിഷ് മൂവിയുടെ കഥ തുടങ്ങുന്നത് വിജനമായ ഒരു റോഡിൽ കൂടെ നടന്നുവരുന്ന ഒരു കുട്ടിയിൽ നിന്നാണ്. നടന്നുവരുന്ന കുട്ടിയുടെ എതിരെ ഒരു കാർ വരികയും ആ കാർ പെട്ടെന്ന് നിർത്തുകയും ചെയ്യുന്നു. കാറിന്റെ മിററിൽ കൂടെ ഡ്രൈവർ ആ കുട്ടിയെ നോക്കുന്നു. ഇവിടെ ഡ്രൈവറെ കാണിക്കുന്നില്ല. എന്നാൽ അയാൾ കാറിൽ നിന്നും ഇറങ്ങി ഓടിച്ചെന്ന് കുട്ടിയെ പിടിക്കുന്നു. അയാൾ കുട്ടിയെ പിടിക്കുമ്പോൾ കുട്ടി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ കുട്ടിയുടെ തല പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അയാൾ കുട്ടിയെ പിടിക്കുന്നതുവരെ നമ്മൾ കരുതുന്നത് അയാൾ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുകയാണെന്നാണ്. എന്നാൽ ചോര ഒലിക്കുന്ന മുഖവുമായി പോകുന്ന ആ കുട്ടിയെ അതുവഴി പോകുന്ന അയാൾ കാണുകയും കുട്ടിയെ ഹോസ്പിറ്റലിൽ ആക്കുകയുമാണ് ചെയ്യുന്നത്. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഹോസ്പിറ്റലിൽ വരികയും കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുട്ടി അതിനൊന്നും മറുപടി പറയാതെ തിരിഞ്ഞു കിടക്കുന്നു. കുട്ടിയുടെ സ്കൂൾ യൂണിഫോമിൽ നിന്നും പോലീസ് കുട്ടിയുടെ സ്കൂൾ കണ്ടെത്തുകയും അതുവഴി അവർ അവന്റെ പേരൻസിനെ, അതായത് അവന്റെ അമ്മയെ കണ്ടെത്തുന്നു. അവന്റെ അമ്മ പെട്രീഷ്യ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. പെട്രീഷ്യ ഒരു സിംഗിൾ മദർ ആണ്, അതായത് അവർ തന്റെ ഭർത്താവിൽ നിന്നും മാറി ഒറ്റയ്ക്ക് കുട്ടിയുമായി താമസിക്കുകയാണ്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. പോലീസ് അമ്മയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കൂടാതെ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല എന്നും പോലീസ് അമ്മയോട് പറയുന്നു. വിക്ടർ, അതായത് ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നും അവൻ ബധിരനാണെന്നും അവർ പോലീസിനോട് പറയുന്നു. പോലീസ് അമ്മയുടെ സഹായത്തോടെ ആംഗ്യഭാഷയിൽ അവനോട് സംസാരിക്കുന്നു. സ്കൂളിലെ തോട്ടക്കാരനെ പോലെയുള്ള ഒരാൾ അവനെ തട്ടിക്കൊണ്ടുപോയെന്നും ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പൂട്ടിയിട്ടെന്നും കുട്ടി പറയുന്നു. അവിടെ നിന്നും കെട്ടിടത്തിന്റെ വിൻഡോയിൽ കൂടെ രക്ഷപ്പെട്ടതാണെന്നും കുട്ടി പറയുന്നു. ഇത്തരത്തിലുള്ള പല കേസുകളും വീട്ടുകാർ പണം കൊടുക്കുന്നതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്ന് പോലീസ് അമ്മയോട് പറയുന്നു. നിങ്ങളുടെ മകനെയും അത്തരത്തിൽ പണത്തിനു വേണ്ടി കിഡ്നാപ്പ് ചെയ്തതാവാം എന്ന് പോലീസ് പറയുന്നു. കുട്ടി കൊടുക്കുന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തട്ടിക്കൊണ്ടുപോയ ആളുടെ രേഖാചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം പോലീസിന്റെ ഡാറ്റാ ബേസിലുള്ള ചാർലി എന്ന കുറ്റവാളിയുടേതാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ചാർലിയുടെ പേരിൽ പല ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും 3 വർഷം മുമ്പ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒരു വിവരവുമില്ലെന്നും പോലീസ് ഡാറ്റാ ബേസിൽ നിന്നും മനസ്സിലാക്കുന്നു. പിന്നീട് പോലീസ് അയാളെയും അയാളുടെ ഗേൾഫ്രണ്ടിനെയും അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യുന്നു. കുട്ടിക്ക് ആളെ മാറിയതാണെന്നും താൻ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്നും ചോദ്യം ചെയ്യലിൽ ചാർലി ആവർത്തിച്ച് പറയുന്നു. പോലീസ് കുട്ടിയുടെ സ്കൂളും മറ്റും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നു. ദിവസങ്ങൾക്കുള്ളിൽ കുട്ടിയുടെ വീട്ടിൽ അജ്ഞാതർ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നു. അത് കുട്ടിയെയും അമ്മയെയും കൂടുതൽ ഭയപ്പെടുത്തുന്നു. തന്റെ മകന്റെ സംരക്ഷണത്തിനായി അമ്മ തന്റെ മുൻ ഭർത്താവായ റൗളിന്റെ സഹായം തേടും. റൗൾ ഭാര്യയുമായി പിരിഞ്ഞതിനു ശേഷം അവരുമായി ഒരു ബന്ധവുമില്ലാതെ മറ്റൊരു കുടുംബവുമായി താമസിക്കുകയാണ്. കൂടാതെ റൗളിന് ചെറിയ കൊട്ടേഷൻ സംഘവുമായി ബന്ധവുമുണ്ട്. അത് പട്രീഷ്യയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് പട്രീഷ്യ റൗളിനടുത്ത് വന്നത്. എന്നാൽ തനിക്ക് അങ്ങനെ ഒരു കുട്ടിയുള്ളത് അപ്പോഴാണ് റൗൾ അറിയുന്നത്. ചാർലി എന്ന ഒരു ക്രിമിനൽ തന്റെ മകനെ ലക്ഷ്യം വച്ചിട്ടുണ്ടെന്നും അവനെ ഒന്ന് ഭയപ്പെടുത്തണമെന്നും അകത്താക്കണമെന്നും പട്രീഷ്യ റൗളിനോട് ആവശ്യപ്പെടുന്നു. പട്രീഷ്യയുടെ ആവശ്യപ്രകാരം റൗൾ തന്റെ ഗ്യാങ്ങിലെ ആളുകളെ ആ കാര്യം ഏൽപ്പിക്കുന്നു.
പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ ചാർലി നായ്പോരിന് ബെറ്റ് വയ്ക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നും അതിനാൽ ചാർലിക്ക് തട്ടിക്കൊണ്ടുപോകൽ കഥ അറിയില്ലെന്നും പോലീസ് മനസ്സിലാക്കുന്നു. പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ കുട്ടി കള്ളം പറയുകയാണെന്നും തട്ടിക്കൊണ്ടുപോകൽ കുട്ടി മെനഞ്ഞെടുത്ത കള്ളക്കഥ ആണെന്നും പോലീസിന് മനസ്സിലാവുന്നു. അമ്മയുടെ സഹായത്തോടെ കുട്ടിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയും കുട്ടി കള്ളം പറയുകയാണെന്ന് പോലീസിനും അമ്മയ്ക്കും മനസ്സിലാകുന്നു. ചാർലി നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ പട്രീഷ്യ റൗളിനെ വിളിച്ച് അവനെ ഒന്നും ചെയ്യരുതെന്നും ഒരു അബദ്ധം പറ്റിയതാണെന്നും പറയുന്നു. പട്രീഷ്യയും പോലീസും കുട്ടിയോട് സത്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു. കുട്ടി പേടിയോടുകൂടി നടന്ന കാര്യങ്ങൾ പറയുന്നു. തന്റെ സഹപാഠികൾ തന്നെ എന്നും ഉപദ്രവിക്കാറുണ്ടെന്നും കളിയാക്കാറുണ്ടെന്നും പറയുന്നു. അന്നേ ദിവസം അവർ അവനെ സ്കൂളിൽ നിന്നും കുറെ അകലെ കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നും അങ്ങനെ വഴിതെറ്റിപ്പോയതാണെന്നും കുട്ടി പറയുന്നു. കുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ കുട്ടി സഹപാഠികളെ പേടിച്ച് കള്ളം പറയുകയും അവിടെയുള്ള ഒരു കുറ്റവാളിയുടെ അതായത് ചാർലിയുടെ ഫോട്ടോ കണ്ട കുട്ടി ചാർലിയാണ് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നു പോലീസിനോട് കള്ളം പറയുകയാണ് ചെയ്തത്. സത്യാവസ്ഥ മനസ്സിലാക്കിയ പോലീസ് സ്കൂളിലെ ക്രിമിനൽസ് ആയ കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു. അതിനിടയിൽ പട്രീഷ്യയ്ക്ക് ഒരു കോൾ വരുന്നു. റൗളിന്റെ സഹായികളായിരുന്നു അത്. ചാർലിയുമായുള്ള മൽപിടുത്തത്തിൽ അബദ്ധത്തിൽ ചാർലി കൊല്ലപ്പെട്ടെന്നും പറയുന്നു. ഈ കൊല ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് മറച്ചു വയ്ക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് 60 ലക്ഷം പണം തരണം എന്നും അയാൾ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ താൻ റൗളിനോട് ഇതല്ല പറഞ്ഞതെന്നും പണം തരില്ല എന്നും പട്രീഷ്യ പറയുന്നു. പട്രീഷ്യ റൗളിനെ കണ്ടു കാര്യങ്ങൾ പറയുന്നു. എന്നാൽ റൗൾ പട്രീഷ്യയെ കൈയൊഴിയുന്നു. ഇത് നിന്റെ കാര്യമാണെന്നും എന്റെ കുടുംബത്തെ തകർക്കരുതെന്നും റൗൾ പട്രീഷ്യയോട് പറയുന്നു. റൗൾ പട്രീഷ്യയെ പൂർണ്ണമായും കൈയൊഴിയുന്നു. പോലീസ് കേസ് ക്ലോസ് ചെയ്യാനിരിക്കെ ചാർലിയുടെ വൈഫ് ചാർലിയെ കാണുന്നില്ല എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വരുന്നു. പോലീസ് ചാർലിയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ പാട്രിഷ്യയ്ക്കും റൗളിനും ചാർലിയെ കാണാതായതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാകും. പോലീസ് റൗളിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി റൗളിന്റെ ഓഫീസിൽ പോകുന്നു. എന്നാൽ റൗൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അതിനിടയിൽ റൗളിന്റെ സഹായികൾ വിക്ടറിനെ തട്ടിക്കൊണ്ടുപോകുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മകന്റെ സുരക്ഷയെ കരുതി അമ്മ പണം കൊടുക്കാൻ റെഡി ആവും. ഇത് മനസ്സിലാക്കിയ പോലീസ് പണം കൈമാറുന്ന സ്ഥലത്തുവച്ചു എല്ലാവരെയും അറസ്റ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്നു. എന്നാൽ പട്രീഷ്യ അതിവിദഗ്ധമായി പോലീസിനെ വെട്ടിച്ച് കാശുമായി പോകുകയും ക്യാഷ് മറ്റൊരു കാറിൽ വച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഒരു കാറിൽ കയറിപ്പോകുന്നു. വിക്ടറിനെ തട്ടിക്കൊണ്ടുപോയ ആ രണ്ടുപേർ അല്പസമയം കഴിഞ്ഞു വന്നു. ആ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നും പണം എടുക്കുകയും പട്രീഷ്യയെ കോൾ ചെയ്യുകയും ചെയ്യുന്നു. കാറിൽ സെറ്റ് ചെയ്ത GPS ഫോളോ ചെയ്താൽ കുട്ടിയെ കിട്ടുമെന്നും പറയുന്നു. കൂടാതെ കാറിന്റെ ബാക്ക് സീറ്റിൽ ചാർലിയുടെ ശവം ഉണ്ടെന്നും അതിനെ നിങ്ങൾ തന്നെ മറവു ചെയ്യണം എന്നും പറയുന്നു. ഇത് കണ്ട പട്രീഷ്യ ഭയപ്പെടും. പോലീസ് അപ്പോഴും പാട്രിഷ്യയെ ഫോളോ ചെയ്യുകയായിരുന്നു. എന്നാൽ അതേസമയം ആ രണ്ടുപേരും പോലീസിനെ വെട്ടിച്ച് കാശുമായി രക്ഷപ്പെടുന്നു. അപ്പോഴും പോലീസ് പട്രീഷ്യ അറിയാതെ പാട്രിഷ്യയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. GPS പിന്തുടർന്നു വന്ന പാട്രിഷ്യ ഒരു ആളൊഴിഞ്ഞ വീടിനടുത്തു എത്തുകയും അതിനകത്തു മകനെ കണ്ടെത്തുകയും ചെയ്യുന്നു.
അതേസമയം പോലീസ് അവിടെ എത്തുന്നു. പോലീസ് പാട്രിഷ്യയുടെ കാർ പരിശോധിക്കുന്നു. പാട്രിഷ്യയുടെ കാറിൽ നിന്നും ചാർലിയുടെ മൃതദേഹത്തിനു പകരം തുണിയിൽ ചോര കൊണ്ട് തുന്നിക്കെട്ടിയ തുണി കഷ്ണങ്ങൾ കിട്ടും. ഇതുകണ്ട പട്രീഷ്യ ഞെട്ടും. അതേസമയം ഒരു പ്രൈവറ്റ് ജെറ്റിൽ നിന്നും റൗൾ ഒരു കോൾ ചെയ്യുന്നു. അത് റിംഗ് ചെയ്യുന്നത് അവിടെ നിർത്തിയിട്ട പഴയ ലോറിയുടെ അകത്തുനിന്നും ആണ്. പോലീസ് ലോറി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ചാർലിയെ മർദ്ദിച്ച് അവശനാക്കി കെട്ടിയിട്ട നിലയിലാണ്. അത് കണ്ട് പോലീസും പാട്രിഷ്യയും ഞെട്ടുന്നു. അപ്പോൾ റൗൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് പാട്രിഷ്യയ്ക്ക് മനസ്സിലാവും.